And the last question number 30, JEE Main 2024 Phase 1, 29th മോർണിംഗ് ഷിഫ്റ്റിലെ പരീക്ഷ നമുക്ക് നോക്കാം. ചോദ്യം, ഇത് ട്രാൻസ് ടു ബ്യൂട്ടീനാണ് അല്ലേ, അതിനെ ഓസോണോളസിസ് കണ്ടക്ട് ചെയ്യണം. ഓക്കെ, ഓസോണോളസിസ് കണ്ടക്ട് ചെയ്യണം. അതിൽ സിങ്കിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം വെച്ചാൽ, ഓസോണിൽ 2 ഓക്സിജൻ അപ്പുറം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി H2O2 പോവും. ആ H2O2നെ സിങ്ക് അല്ലേ സപ്രസ് ചെയ്യുമ്പോൾ ഫർദർ ആയിട്ടുള്ള ഓക്സിഡേഷൻ നടക്കില്ലല്ലോ. അപ്പോൾ അത് ഓക്സിഡേറ്റീവ് ഓസോണോളസിസ് അല്ല, റിഡക്റ്റീവ് ഓസോണോളസിസ് ആണ്. അപ്പോൾ ഇതിൽ എന്താ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മോളിക്യൂൾ CH3CHO ആണ് പ്രൊഡക്റ്റ് വരിക. ക്വസ്റ്റ്യൻ ഇതാണ്, ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പെർ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഉത്തരം 1 അല്ലേ, കാരണം CH3CHO ആകെ ഒരു ഓക്സിജനല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ടോപ്പിക്കായിട്ട് പറയാവുന്നത് ആൽക്കീൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഓസോണോളസിസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോണിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ള ഭാഗത്തും ഇത് വരാം. 2 ഭാഗത്തും വരാം. ഞാൻ പറഞ്ഞല്ലോ ഒരിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ചോദ്യം നമുക്ക് 2 സ്ഥലങ്ങളെങ്കിലും മിനിമം കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഭാഗത്ത് പറയുന്ന പ്രിപ്പറേഷൻ, മറ്റേ ഭാഗത്ത് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് JEE Main 2024 ഫേസ് 1 29ാം തീയതിയിലെ മോർണിംഗ് ഷിഫ്റ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല, ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 10% മാർക്ക് വാങ്ങാവുന്ന ഒരു പേപ്പറായിരുന്നു. ഓക്കെ, എല്ലാ പരീക്ഷകളും അങ്ങനെ തന്നെ, ചെറിയ ചില വേരിയേഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നന്നായി ഇനിയും പഠിക്കുക, അടുത്ത ഫേസിലേക്ക് നല്ല റിസൾട്ട് വരുത്താൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്തേ.